NCERT പുസ്തകത്തിലെ പ്രധാന ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. സുന്ദർബൻസ്. സുന്ദർബൻസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഡെൽറ്റ ഓഫ് ഗംഗ, ബ്രഹ്മപുത്ര ആൻഡ് ദെയർ ട്രിബ്യൂട്ടറീസ്. ഇപ്പം ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയും അവയുടെ കൈവഴികളും ചേർന്നുണ്ടാകുന്ന ഡെൽറ്റയിലാണ് സുന്ദർബൻസ് മേഖല സ്ഥിതി ചെയ്യുന്നത്. ഹാഫ് ഓഫ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ദ റെസ്റ്റ് ഈസ് ഇൻ ബംഗ്ലാദേശ്. ഇതിൻ്റെ പകുതി ഭാഗം ഇന്ത്യയിലും ബാക്കി പകുതി ബംഗ്ലാദേശിലുമായി വ്യാപിച്ച് കിടക്കുന്നു. യുനെസ്കോ സുന്ദർബൻസിനെ ഒരു ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇവിടെ കാണപ്പെടുന്ന പ്രധാന വന്യജീവി വിച്ച് ഫേമസ് ആനിമൽ ഈസ് ഫൗണ്ട് ഹിയർ? ദ റോയൽ ബംഗാൾ ടൈഗർ ചോദിക്കാൻ സാധ്യതയുണ്ട്. സുന്ദർബൻസിൽ കാണപ്പെടുന്നതാണ് റോയൽ ബംഗാൾ ടൈഗർ. സുന്ദർബൻസിനെ യുണീക്ക് ആക്കുന്ന എന്താണ്? സുന്ദർബൻസിൻ്റെ പ്രത്യേകത എ റെയർ കോമ്പിനേഷൻ ഓഫ് റിവർ, സീ ആൻഡ് ലാൻഡ്. നമ്മൾ പഠിച്ചു ഗംഗ, ബ്രഹ്മപുത്ര കൂടാതെ കടലും ഭൂമിയും കരപ്രദേശവും ചേർന്നാണ് സുന്ദർബൻസ് കാണപ്പെടുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് മേഘാലയ പ്ലേറ്റ് ഭൂപ്രദേശത്തെ പറ്റിയാണ് പഠിക്കുന്നത്. അവിടെ കാണുന്ന പ്രധാന ഹിൽസ് കുന്നുകളാണ് ഗാരോ, ഖാസി ആൻഡ് ജയന്തിയ ഹിൽസ്. ഇത് പഠിച്ചിരിക്കണം, ഈ 3 കുന്നുകൾ. വിച്ച് വില്ലേജ് ഇൻ മേഘാലയ ഈസ് ദ ക്ലീനസ്റ്റ് ഇൻ ഏഷ്യ? ഏഷ്യയിലെ തന്നെ ഏറ്റവും വൃത്തി കൂടിയ വില്ലേജ് മേഘാലയയിലാണ്. അതിൻ്റെ പേര് മൗലിനോങ് വില്ലേജ് എന്നാണ്. ഇത് ഖാസി ഹിൽസിൽ കാണപ്പെടുന്നു. വെയർ ഈസ് ദ 7 സിസ്റ്റർ വാട്ടർഫോൾസ് ലൊക്കേറ്റഡ്? വളരെ പ്രധാനമാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. മേഘാലയയിലാണ് 7 സിസ്റ്റർ വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. ഖാസി പീപ്പിൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് ഷാട്ട് ഷക് മിൻസീം ഫെസ്റ്റിവൽ. ഓർത്തിരിക്കുക, പ്രത്യേകമായി ചോദിക്കാൻ സാധ്യത.